Program to evaluate sine series. നമ്മൾ നേരത്തെ എക്സ്പോണൻഷ്യൽ സീരീസിന്റെ ഇവാലുവേഷൻ ചെയ്തതാണ്. ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ സൈൻ സീരീസിന്റെ ഇവാലുവേഷൻ ചെയ്യാൻ പോണത്. അപ്പോൾ സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു എൻ എക്സ് റേസ് ടു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിന് ഈ സിഗ്മനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. സൈൻ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അങ്ങനെ ഇൻഫിനിറ്റ് ടേംസ്. ഹിയർ എക്സ് ഇസ് ദി ആംഗിൾ ഇൻ റേഡിയൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്ന ഈ ഒരു എക്സ്പ്രഷനില്ലേ സിഗ്മയുടെ അകത്ത് വരുന്നത്, ഇത് ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പോണത്. പക്ഷെ ഓരോ തവണയും നമ്മൾ എക്സ് റേസ് ടു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ഫാക്ടോറിയൽ ചെയ്യണതിന് പകരം നമുക്കൊരു ടേം, നമുക്കിപ്പോൾ T0 T1 T2 അങ്ങനെ നമ്മൾ ടേംസിനെ നമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ T3 ഉണ്ടെങ്കിൽ ആ T3യുടെ മുകളിൽ നിന്ന് നമ്മൾ T4 കണ്ടുപിടിക്കും. അതായത് T4 എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് എക്സ് റേസ് ടു 2 into 4 plus 1 divided by 2 into 4 plus 1 ഫാക്ടോറിയൽ എന്ന് ചെയ്യുന്നതിന് പകരം നമ്മുടെ കയ്യിലൊരു ടേം 3 ഉണ്ടാവും. തേർഡ് ടേമിനകത്തുനിന്ന് ഫോർത്ത് ടേം കണ്ടുപിടിക്കുകയാണ്. അതാണ് എളുപ്പം. ഒരുപാട് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യം നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിനെ റീഡ് ചെയ്യണം. പക്ഷെ ഇവിടെ പറഞ്ഞു എക്സ് റേഡിയൻസിലാണെന്ന്. പക്ഷെ നമ്മൾ നോർമലി ആംഗിൾ പറയാറ് ഡിഗ്രിയിലാണ്. നമുക്ക് ഡിഗ്രി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അറിയാം. ഇപ്പോൾ സൈൻ 30 സൈൻ 60 ഇതിൻ്റെയൊക്കെ വാല്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമ്മൾ ആംഗിൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ഡിഗ്രിയിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രോഗ്രാമിനകത്ത് അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഡി എന്നൊരു വേരിയബിൾ ആണ് ആംഗിൾ ഡിഗ്രിയിലുള്ളതിന് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ എക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിനെ ഡിഗ്രിയിലാണ് ഇപ്പോൾ ഇരിക്കുന്ന ആംഗിൾ, അതിനെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് എക്സിലേക്ക് വയ്ക്കാൻ വേണം. അപ്പോൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ദി ആംഗിൾ ഇൻ ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ നമുക്ക് റേഡിയനിലേക്കുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡിഗ്രി റീഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ഈ കൺവേർഷൻ ചെയ്യുക, അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ എക്സ്. പിന്നെ എക്സ്പോണൻഷ്യൽ സീരീസിൽ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് എടുത്തിട്ട് ഇങ്ങനെ സം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നമ്പർ ഓഫ് ടേംസിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്പർ ഓഫ് ടേംസും കൂടെ റീഡ് ചെയ്യും. അപ്പോൾ ഡി എന്നൊരു വേരിയബിൾ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഇൻ ഡിഗ്രീസ് ആൻഡ് നമ്പർ ഓഫ് ടേംസ് എൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ റീഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് പ്രോഗ്രാം ആക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ എക്സ്പോണൻഷ്യൽ സീരീസിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതിനെ നമ്മൾ T0, ഇത് T1, ഇത് T2, T3 അങ്ങനെ നമ്മൾ അതിനെ നെയിം ചെയ്യാണ്. ഈ ഒരു എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് അതാണ് T0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ n 0 ആവണ സമയത്ത് മൈനസ് 1 റേസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, ദെൻ എക്സ് റേസ് ടു 0 എക്സ് റേസ് ടു 2n പ്ലസ് 1 അതായത് 2 ഇൻറ്റു 0 പ്ലസ് 1 അപ്പോൾ എക്സ് റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അതാണ് നമ്മുടെ T0. ദെൻ T1 എന്ന് പറയുന്ന സമയത്ത് എക്സ് റേസ് ടു 2n പ്ലസ് 1 എക്സ് റേസ് ടു 2n പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. പിന്നെ മൈനസ് 1 റേസ് ടു n ഉള്ളതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ ടേമും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ T1 എന്നൊരു ടേം ഉണ്ട്. അതിനകത്തുനിന്ന് T2 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം T1 എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് T2 എങ്ങനെ കണ്ടുപിടിക്കാം? T2 എന്ന് പറഞ്ഞാൽ T1 മൈനസ് എക്സ് റേസ് ടു 3 ആണ്. അതിനെ പ്ലസ് ആക്കണം ആദ്യം. എന്നുവെച്ചാൽ T3 എന്ന് പറയുന്നത് പ്ലസ് എക്സ് റേസ് ടു 5 ആണ്. അപ്പോൾ T1 ഇൻറ്റു -1 ആദ്യം തന്നെ ചെയ്യാം. -1 ഇൻറ്റു -1 ചെയ്യുന്ന സമയത്ത് അത് പ്ലസ് ആയി. ഇനി എക്സ് ക്യൂബിനെ എങ്ങനെ എക്സ് റേസ് ടു 5 ആക്കാം? ഇൻറ്റു എക്സ് ചെയ്താൽ പോരെ. എക്സ് ക്യൂബാണ് T1ന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അത് ഇൻറ്റു എക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് റേസ് ടു 5 കിട്ടി. ഇനി താഴെ ഉള്ളത് 3 ഫാക്ടോറിയൽ ആയിരുന്നു. 3 ഫാക്ടോറിയലിനെ എങ്ങനെ 5 ഫാക്ടോറിയൽ ആക്കാം? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. അതിനെ എങ്ങനെ 5 ഫാക്ടോറിയൽ ആക്കാം? ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ 3 ഫാക്ടോറിയൽ ഉണ്ട്. അതിനെ 5 ഫാക്ടോറിയൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പോൾ T2 എന്ത് കിട്ടി? എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഇനി T3 എങ്ങനെ കണ്ടുപിടിക്കാം? T3 എന്ന് പറഞ്ഞാൽ T2 അതായത് എക്സ് റേസ് ടു 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു -1 ചെയ്യണം. T3 എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് റേസ് ടു 7 ആണ്. അപ്പോൾ ഇൻറ്റു -1 ഇൻറ്റു
എക്സ് റേസ് ടു 5 എങ്ങനെ എക്സ് റേസ് ടു 7 ആക്കാം? ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ, ഇപ്പോൾ 5 ഫാക്ടോറിയൽ ഉണ്ട്, അപ്പോൾ ബാക്കി 6 × 7 ചെയ്താൽ നമുക്ക് 7 ഫാക്ടോറിയൽ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് എക്സ് റേസ് ടു 7/7 ഫാക്ടോറിയൽ കിട്ടി. അപ്പോൾ നമുക്ക് ഒരു ടേം ഉണ്ടെങ്കിൽ പുതിയൊരു ടേമിനെ കണ്ടുപിടിക്കുകയാണ്. തൊട്ട് മുന്നത്തെ ടേം ഉണ്ട്, പ്രീവിയസ് ടേം ടി ആണ്. അതിനകത്ത് ന്യൂ ടേം ടീനെ എങ്ങനെ കണ്ടുപിടിക്കാം? പ്രീവിയസ് ടേം ഇൻറ്റു -1 ഇൻറ്റു എക്സ് ഇത്രയാണ് ന്യൂമറേറ്റർ, ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ നമുക്ക് എഴുതണം. അപ്പോൾ T2 ആണെങ്കിൽ 4 × 5 ആണ് ചെയ്തത്. അതായത് 4നെ, അതായത് നമുക്ക് TI ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എങ്ങനെ എഴുതാം? അതായത് T2 ആണെങ്കിൽ 4 × 5 ആണ്. 2-നകത്തുനിന്ന് 4 എന്ന് പറഞ്ഞാൽ 2i അല്ലേ? 2i ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 2i + 1. അപ്പൊ TI കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ 2i × 2i + 1 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, T3 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? 2 × 3 × 2 × 3 + 1 ഇതല്ലേ? 6 × 7 എന്ന് പറഞ്ഞാൽ. അപ്പൊ TI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ 2i × 2i + 1 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ന്യൂമറേറ്റർ നമ്മൾ എഴുതി T × -1 × x × x, അതായത് പ്രീവിയസ് ടേം ഇൻറ്റു -1 × x × x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2i × 2i + 1. 2i × 2i + 1 എങ്ങനെ എഴുതാം? ഇത് സിയിലെ എക്സ്പ്രഷൻ ആണ്, താഴെ എഴുതാണ്. 2i എന്ന് പറഞ്ഞാൽ 2 × i, 2i × 2i + 1, 2i + 1. ഈ ബ്രാക്കറ്റ് എന്തായാലും ഇടണം, ഇല്ലെങ്കിൽ 2i × 2i ആണ് ചെയ്യുക, +1 ഉണ്ടാവില്ല. അപ്പൊ 2i × 2i + 1 ഇത്രയാണ് നമ്മുടെ ഡിനോമിനേറ്റർ. ഈ 2i + 1 ബ്രാക്കറ്റിലിടുക, ഈ ഹോൾ എക്സ്പ്രഷനെയും ബ്രാക്കറ്റിലിടുക. കാരണം ഈ ഹോൾ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഈ സ്ലാഷിന്റെ സെക്കൻഡ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ടേം കണ്ടുപിടിക്കേണ്ടത്. ഒരു ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് സമ്മിനകത്തേക്ക് ആഡ് ചെയ്യണം. സം എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ എടുക്കുകയാണ്. സമ്മിനകത്തേക്ക് പ്രീവിയസ് സം പ്ലസ് ദിസ് ടേം, ഇപ്പൊ കണ്ടുപിടിച്ച ടേം. അപ്പൊ ഇത്രയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് ടി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ടി ഇൻറ്റു -1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടി എന്തായിരിക്കണം? ഇത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടി എന്തായിരിക്കണം? അത് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ടേം. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടി = x ആക്കി വെച്ചു, ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ സീരീസിന്റെ സം എന്ന് പറഞ്ഞാൽ സമ്മിനകത്തും ഈ എക്സ് തന്നെ വേണം. സം = x എന്ന് പറയാം, അല്ലെങ്കിൽ സം = t എന്ന് പറയാം. ഫസ്റ്റ് ടേം എക്സ് ആണ്, അപ്പോൾ ടിയുടെ അകത്ത് എക്സ് വെച്ചു, സമ്മിനകത്തും അതേ എക്സ് വെക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി പ്രോഗ്രാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന വേരിയബിൾസ് ഒന്ന് n നമ്പർ ഓഫ് ടേംസ്, i എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂപ്പ് വേരിയബിൾ ആണ്, n ടൈംസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ലൂപ്പിന്റെ വേരിയബിൾ ആയിട്ട് എടുത്ത. d ആണ് ഞാൻ ഡിഗ്രി ആയിട്ട് എടുത്ത, ആംഗിൾ ഇൻ ഡിഗ്രി. ഇത്രയും ഇൻറ്റിജർ വേരിയബിൾസ്. ദെൻ ഫ്ലോട്ട് എക്സ്, ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താലുള്ള വാല്യൂ എക്സ്. ദെൻ സം, ആ സം ഓഫ് ദി സീരീസ്. ദെൻ ഓരോ ടേമിനും വേണ്ടിയിട്ട് ടേം എന്നൊരു വേരിയബിൾ ആണ് എടുത്തത്. നേരത്തെ ഞാൻ ടി വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ ഞാൻ ടേം നിർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഡിഗ്രി നമ്പർ ഓഫ് ടേംസും റീഡ് ചെയ്യാം. ഡിയും എന്നും റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് എക്സിലേക്ക്, എക്സ് = d × 3.14159, അത് പൈയുടെ വാല്യൂ, ഡിവൈഡഡ് ബൈ 180. ഇത്രയും ചെയ്തിട്ട് അത് എക്സിനകത്തേക്ക് വെച്ചു. ഇപ്പോൾ എക്സ് നമ്മുടെ കയ്യിൽ നമ്മൾ എൻ്റർ ചെയ്ത് ഡിഗ്രീനെ റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്തത് എക്സിലുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേമും സമ്മും ഇനീഷ്യലൈസ് ചെയ്യാണ്. ടേം = x, സം = ടേം. ഇത് ഇവിടെയാണ് നമ്മൾ ഇതിന്റെ വാല്യൂ അസൈൻ ചെയ്യണം. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ എഴുതരുത്. കാരണം എന്താ, ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ടേം = x എന്ന് എഴുതിയാൽ എന്താ സംഭവിക്കുക? ഇവിടെ എക്സിന് വാല്യൂ ഇല്ല, എക്സിന് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഗാർബേജ് വാല്യൂ ആണ് ടേമിൽ വരിക. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടൊരു വാല്യൂ അസൈൻ ചെയ്യണം. ഇവിടെ നമുക്ക് ടേമിനകത്ത് എന്താ വരേണ്ടത്? നമ്മൾ എന്ത് ഡിഗ്രി ആണോ എൻ്റർ ചെയ്തത് അതിന്റെ റേഡിയൻ വാല്യൂ ആണ് ടേമിൽ വരേണ്ടത്. അപ്പം അതുകൊണ്ട് ഇത് എൻ്റർ ചെയ്ത് ഡിഗ്രി എൻ്റർ ചെയ്ത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ടേമിനെ ഇനീഷ്യലൈസ് ചെയ്യുക. ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക, ഒരു ഗാർബേജ് വാല്യൂ വെച്ചിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ടേമിന് എക്സ് ആയിട്ട് സെറ്റ് ചെയ്തു. സമ്മിനകത്ത് ഫസ്റ്റ് ടേം വെക്കുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ ഒന്നുകിൽ സം = x എന്ന് എഴുതുക, അല്ലെങ്കിൽ സം = ടേം എന്ന് എഴുതുക, ഏതായാലും ഓക്കെയാണ്. ഇനി നമ്മുടെ ലൂപ്പ് n ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. n ടേംസിന് വേണ്ടിയിട്ട് n ടൈംസ് റിപ്പീറ്റ് ചെയ്യണം ലൂപ്പ് എഴുതി. 1 മുതൽ n വരെ പോകണം. 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം.
ടേം is equal to previous term into -1 into x into x divided by 2i into 2i plus 1. ith ടേമിൻ്റെ ഡിനോമിനേറ്റർ 2i into 2i plus 1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി സം ഈക്വൽ ടു സം പ്ലസ് ടേം, അതിനാണ് സം പ്ലസ് ഈക്വൽ ടു ടേം. അങ്ങനെ n ടേംസിന് വേണ്ടിയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തോളൂ. ഓരോ ടേമും കണ്ടുപിടിക്കും, ആ ടേം സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും, നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കും, സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ n ടേംസ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ. ഇവിടെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ n നമ്മൾ 5 കൊടുത്തതെന്നുണ്ടെങ്കിൽ T0 മുതൽ T5 വരെയാണ് എടുക്കുന്നത്. അതായത് ടോട്ടൽ 6 ടേംസ് വരും. അതായത് 0th ടേം ആയിട്ട് നമുക്ക് എക്സ് ഉണ്ട്, നമ്മളിവിടെ ടേം ആദ്യം തന്നെ സമ്മിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടേം മുതൽ 5th ടേം വരെയാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ആകെ 5 ടേംസ് ആഡ് ചെയ്താൽ മതി. അതായത് T0 മുതൽ T4 വരെ മതി എന്നുണ്ടെങ്കിൽ i less than n എന്നോട് കൊടുത്താൽ മതി. എപ്പോഴും നമ്പർ ഓഫ് ടേംസ് കൂടുമ്പോഴായിരിക്കും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. ഇനി ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സമ്മിനകത്ത് ഈ സീരീസിൻ്റെ സം ഉണ്ടാവും. അതായത് നമ്മുടെ സൈൻ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും. അത് നമുക്കിവിടെ പ്രിന്റ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി ഇവിടെ എഴുതിയതാണ്. പ്രിന്റ് എഫ് സൈൻ പെർസെൻറ്റേജ് ഡി. ഞാനിവിടെ നമ്മൾ എൻ്റർ ചെയ്ത ആംഗിൾ ഏതാണോ അതിന് ഡിഗ്രിയിലുള്ള ആംഗിൾ തന്നെയാണ്. സോ നമ്മൾ 30 എൻ്റർ ചെയ്താൽ നമുക്ക് സൈൻ 30 ഈക്വൽ ടു എന്നാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെർസെൻറ്റേജ് ഡി കൊടുത്തു. അത് ഇൻഡിജർ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൈൻ പെർസെൻറ്റേജ് ഡി ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ്. ഇത് പെർസെൻറ്റേജ് 0.2f 0.4f അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് റെസ്ട്രിക്ട് ചെയ്യാം എത്ര ഡെസിമൽ പ്ലേസസ് വരണമെന്ന്. ഇവിടെ വരേണ്ടത് ഡി, നമ്മൾ എൻ്റർ ചെയ്ത ഡിഗ്രി. ദെൻ ഇവിടെ വരേണ്ടത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സമ്മ. ദെൻ മെയിൻ്റെ റിട്ടേൺ 0. ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്രഷൻ എഴുതുമ്പോൾ അത് നമ്മൾ നേരത്തെ സിഗ്മയുടെ ഒരു എക്സ്പ്രഷൻ എഴുതിയില്ലേ, എക്സ് റേസ് ടു 2n+1 ഡിവൈഡഡ് ബൈ 2n+1 ഫാക്ടോറിയൽ. അത് നേരെ തന്നെ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത എക്സ്പ്രഷൻ ആക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, പ്രീവിയസ് ടേമിൽ എടുത്തത് നമ്മൾ അതുപോലെ ഇവിടെ എഴുതാതെ ടേം ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതി. സിമ്പിളാണ് പ്രോഗ്രാം.